നമ്മൾ പാലക്കാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് പല്ലാവൂരുള്ള വാമല ശ്രീമുരുക ടെമ്പിൾ. ഒട്ടുമിക്ക ആൾക്കാർ ഈ അമ്പലം കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യുന്നത് കുഞ്ഞിരാമായണം സിനിമയിലൂടെയാണ്. അതിൻ്റെ ക്ലൈമാക്സ് സീൻസൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയം സിനിമയിലെ കുറച്ച് സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാലക്കാട് സൈഡേക്കൊക്കെ വരുവാണെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് തുടങ്ങാം. ആദ്യത്തെ ലൊക്കേഷൻ ഇതായിട്ട് വേണമെങ്കിലും കൂട്ടാട്ടോ, കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ അമ്പലം ഈ മലയുടെ മേളിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സ്റ്റെപ്പൊക്കെ ഈ കല്ലിൽ തന്നെ കൊത്തി വെച്ചിട്ടുണ്ട്. അതുവഴി നടന്നു വേണം നമുക്ക് കയറാൻ വേണ്ടി. ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ട്, എന്നാൽ പോലും നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കയറാൻ വേണ്ടി. നമ്മൾ ഏകദേശം നടന്ന് പകുതിയോളം കയറുമ്പോൾ തന്നെ ഈ അമ്പലത്തിൻ്റെ വ്യൂ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ആയിട്ടൊരു മരവും നിൽപ്പുണ്ട്. അത് ഈ അമ്പലത്തിന് കൂടുതൽ ഭംഗി കൂട്ടുന്നു. ഞാൻ എപ്പോഴൊക്കെ പാലക്കാട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ അമ്പലം വിസിറ്റ് ചെയ്യാറുണ്ട്. അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ. ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ടൊരു വലിയ വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് വന്നതാണ്. ആദ്യമൊന്നും ഈ അമ്പലത്തിൽ വരുമ്പോൾ ഇതുപോലെ വാട്ടർ ടാങ്കൊന്നും ഇല്ലായിരുന്നു. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ പാലക്കാട് തന്നെ വന്നോട്ടോ. ഈ മലയുടെ മുകളിൽ നിന്ന് ദൂരയിലേക്ക് നോക്കുമ്പോൾ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ നമുക്കൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. അതൊക്കെ കാണണമെങ്കിൽ പാലക്കാട് സൈഡ് തന്നെ വരണം. ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ ഒന്നും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ. ഇവരൊക്കെ ആണെങ്കിലും ഈ അമ്പലത്തിലെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നല്ല കോപ്പറേറ്റീവാണ്. ആർക്ക് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഒത്തിരി തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സൊന്നും കൊള്ളില്ലാത്തതുകൊണ്ട് ഞാൻ അകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ. രാവിലെ വന്നപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു, അപ്പോൾ ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ അതിരാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളം മയിലുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ സൈഡിലും അടുത്തൊക്കെ തന്നെയായിട്ട് ഒത്തിരി നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ പ്രയോറിറ്റി ഈ സ്ഥലത്തിന്. കാരണം എന്ന് വെച്ചാൽ ഉച്ചക്കൊക്കെ ആകുമ്പോൾ പാറയുടെ മേളിലായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതുപോലത്തെ പാടത്തേക്കൊക്കെ ഇറങ്ങി നടക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സൈഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു മല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ട മല മാതിരി അല്ല കേട്ടോ. എല്ലാവർക്കും ഇവിടെ കയറാനൊക്കെ പറ്റും. പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കയറാൻ പറ്റും. യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ വാമല ശ്രീമുരുക ടെമ്പിൾ ഒന്ന് അടിക്കുക, അല്ലെങ്കിൽ പല്ലാവൂർ ശ്രീമുരുക ടെമ്പിൾ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.